ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മാസങ്ങളോളം ഇരിക്കത്തക്ക രീതിയിൽ തേങ്ങ എങ്ങനെയാണ് വറുത്ത് സൂക്ഷിക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നന്നായിട്ട് പഴുത്തിട്ടുള്ള മീഡിയം സൈസിലുള്ള 3 തേങ്ങ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട്. നമ്മൾ ചിരകി എടുക്കുമ്പോഴത്തേക്കും അധികം ആ ഒരു ബ്രൗൺ പോർഷൻസ് വരാത്ത രീതിക്ക് വേണം ഒന്ന് ചിരകി എടുക്കാനായിട്ട്. ഇനി നമ്മൾ ചിരകി എടുക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങയെല്ലാം പല സൈസിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വറുത്തെടുക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, കുറച്ച് തേങ്ങ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായി വരും, ചില സമയങ്ങളിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തേങ്ങയെല്ലാം ഒരേ സൈസിലൊന്നായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ കുറേശ്ശെയായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 2-3 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു സൈസിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. തേങ്ങയെല്ലാം ഏകദേശം ഒരേപോലെ ഒരു സൈസിലൊന്ന് കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വറുത്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇതുപോലെ നമുക്ക് കുറേശ്ശെയായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ഈ തേങ്ങയെല്ലാം തന്നെ നമ്മൾ ഏത് പാനിലാണോ തേങ്ങ വറുത്തെടുക്കാനായിട്ട് പോകുന്നത് ആ പാനിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് വറുത്തെടുക്കാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൈയെടുക്കാതെ തന്നെ വറുത്ത് കൊടുത്തോണ്ടേ ഇരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ എല്ലാ തേങ്ങയും ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഞാനിതിലേക്ക് മസാലപ്പൊടികളോ എണ്ണയോ അതുപോലെ തന്നെ ഉള്ളിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. തേങ്ങ മാത്രം ചേർത്തിട്ടാണ് ഇതൊന്ന് വറുത്തെടുക്കുന്നത്. നമ്മൾ വറുത്തതിന് ശേഷം ഇത് ബോട്ടിലിൽ സൂക്ഷിക്കുന്ന സമയത്ത് ആവശ്യമുള്ളപ്പം ഉപയോഗിക്കുന്ന സമയങ്ങളിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള മസാല മാത്രം ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. നമ്മൾ വീണ്ടും ഈ തേങ്ങ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ തേങ്ങ മാത്രം ചേർത്തിട്ടാണ് ഒന്ന് വറുത്തെടുക്കുന്നത്. നമ്മൾ വറുത്തെടുക്കുമ്പോൾ കൈ എടുക്കാതെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വേണം ഒന്ന് വറുത്ത് എടുക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ട്. പകുതിയോളം നമ്മുടെ തേങ്ങ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ തേങ്ങ കരിഞ്ഞു പോകാം. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ കൈ എടുക്കാതെ വേണം ഒന്ന് വറുത്ത് എടുക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റോളം ആയപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. തേങ്ങയുടെ വാട്ടർ കണ്ടൻ്റ് ഒക്കെ ഒന്ന് മൊത്തത്തിൽ വറ്റി നല്ലതുപോലെ ഒരു ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഈ ഒരു പാനിൽ നിന്ന് തേങ്ങ വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം. നമ്മൾ തണുക്കാനായിട്ട് ഈ പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പാനിൻ്റെ ചൂട് കൊണ്ട് വീണ്ടും തേങ്ങ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുക്കുന്നവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ലതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ മാറ്റിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് 3 മാസം വരേക്കും ഇത് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വറുത്തരച്ച് കറികൾ വയ്ക്കണമെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ടൈം ഇല്ലെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ഈ ഒരു തേങ്ങ ഉപയോഗിച്ചിട്ട് നമുക്ക് വയ്ക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.